ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചക പുസ്തകം ഈ പഠന പരമ്പരയുടെ 5-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യെശയ്യാ പ്രവചനം. ദർശനം ദൈവം പ്രവാചകന് നൽകി. യഹൂദയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ദൈവം തെരഞ്ഞെടുത്ത തൻ്റെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഊന്നൽ യഹൂദയെക്കുറിച്ച്. ദൈവജനത്തിൻ്റെ അവസ്ഥകൾ ദൈവം ശ്രദ്ധിക്കുന്നു. ദൈവത്തിന് അവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല. ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടില്ല. പലപ്പോഴും നാം പരാതി പറയുന്നത് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല, സഹായിക്കുന്നില്ല, ഉത്തരം തരുന്നില്ല, ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ടും തക്കതായ തുണ കിട്ടിയില്ല, തക്കതായ അനുഗ്രഹം കിട്ടിയില്ല, തക്കതായ നന്മകൾ കിട്ടിയില്ല. കുറ്റം മുഴുവൻ ദൈവത്തിന്. പക്ഷെ വാസ്തവത്തിൽ ദൈവം എന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. എനിക്ക് നിങ്ങളെ ആഗ്രഹിക്കാൻ ഒരു കഴിവ് കേടുമില്ല. എൻ്റെ ചെവി മന്ദമായിട്ടില്ല. എനിക്ക് കേൾക്കാം, പക്ഷെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ദൈവത്തിന് പറയാനുള്ളത്. ഇപ്പം ദൈവത്തിൻ്റെ കുറ്റാരോപണം, പ്രതിക്കൂട്ടിലാണ് നാം. ദൈവത്തിൻ്റെ കുറ്റാരോപണമാണ് യഹൂദയെയും യെരുശലേമിനെ കുറിച്ച്. 2-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ ദൈവം അത് നിരത്തി. നാം വിശദമായി കഴിഞ്ഞ 4 പാഠങ്ങളിൽ കണ്ടു. ഇതിൽ പ്രധാനപ്പെട്ടത് എന്താണ് ദൈവം പറയാനുള്ളത്? നിങ്ങൾ എൻ്റെ മുമ്പിൽ കാട്ടിക്കൂട്ടുന്ന ഈ പ്രഹസനങ്ങളും അഭ്യാസങ്ങളും യാഗങ്ങളും ഹോമയാഗങ്ങളും ദഹനയാഗങ്ങളും കോലാട്ടുകൊറ്റനെ എല്ലാം കൊണ്ടുവരുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയില്ല. നിങ്ങൾ അറിയാത്ത എൻ്റെ മുമ്പിലാണ്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാതെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്താ വേണ്ടതെന്ന് മീഖ പറഞ്ഞ പോലെ മനുഷ്യ എന്താണ് ദൈവത്തിന് വേണ്ടതെന്ന് ദൈവം പറഞ്ഞു തരുന്നുണ്ട്. ദയാതൽപരനായി ജീവിക്കാൻ, ദൈവസ്ഥലത്തെ താഴുവാൻ, ദൈവത്തെ അറിയുവാൻ, അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം വേണം. പുതിയ ആരാധനയുടെ ക്രമങ്ങളെല്ലാം വേണം. പക്ഷെ അതെല്ലാം ചെയ്യണമെങ്കിൽ ആ വ്യക്തി ദൈവത്തെ വ്യക്തിപരമായി അറിഞ്ഞ് ബന്ധപ്പെട്ട വ്യക്തിയായിരിക്കണം. അവർക്കുള്ളതാണ് പ്രാർത്ഥന, അവർക്കുള്ളതാണ് കർത്തൃമേശ, അവർക്കുള്ളതാണ് ധർമ്മശേഖരം. നമ്മെ സംബന്ധിച്ച് എത്രമാത്രം വാസ്തവമാണിത്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റാരോപണം ഏതാണ്? ദൈവം പറയുന്നു, നിങ്ങൾക്ക് എന്നെ അറിയില്ല, എന്നെ ഗ്രഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ. എന്തൊരു ശക്തമായ കുറ്റാരോപണം. നമ്മുടെ കൂടെ താമസിക്കുന്നവരെ നാം മനസ്സിലാക്കിയിട്ടില്ല എന്ന് അവർ നമ്മോട് പറഞ്ഞാൽ, ഈ 40 വർഷം 50 വർഷം 25 വർഷം ജീവിച്ചിട്ടും നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ മക്കൾക്കാകാം, ഭാര്യയ്ക്കാകാം, ഭർത്താവിനാകാം, എന്നെ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്തൊരു വലിയ ശക്തമായ ആരോപണമാണത്. ഇത് തന്നെയാണ് ദൈവം പറഞ്ഞത്. പ്രത്യേകിച്ച് എൻ്റെ 4-ാം വാക്യം ദൈവം പറഞ്ഞത് ശ്രദ്ധിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ 4-ാം വാക്യത്തിൽ, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ശക്തമാണ് ഈ വാക്കുകൾ. കുറ്റാരോപണത്തിന്റെ മർമ്മമാണത്. എന്നിട്ട് 5-6 വാക്കുകൾ നിങ്ങൾ രോഗം ബാധിച്ചിരിക്കുന്നു, അടിതൊട്ട് മുടി വരെ. 7 മുതൽ 9 വരെ ദേശവും രോഗബാധിതമാണ്. 3 ഉദാഹരണങ്ങൾ അവിടെ അവതരിപ്പിച്ചു. അവിടെ 7 മുതൽ 9 വരെ, അതായത് മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെ, വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെ, നിരോധിച്ച പട്ടണം പോലെ. 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് വരാതിരിക്കുന്ന നാശം അടുത്തിരിക്കുന്നു. ഈ കുടിലും മാടവുമെല്ലാം അധിക നാൾ നിൽക്കുന്നില്ല. 1 മാസം കഴിഞ്ഞ് അത് ഒടിഞ്ഞ് താഴെ വീഴും, കാറ്റത്ത് പറന്നു പോകും. നിങ്ങളുടെ ദേശത്തിന് വരാൻ പോകുന്ന ഭവിഷ്യത്തതാണ്. എന്നെ അറിയാതെ പോയാൽ, ദൈവം എന്നെ അറിയാൻ അവസരമുണ്ടായി, നിങ്ങളെ ഞാൻ എൻ്റെ സഭയിൽ, കർത്താവിൻ്റെ സഭയിൽ ചേർത്ത് നിർത്തി. ഞാനാണ് നിങ്ങളെ ചേർത്ത് നിർത്തിയത്. പക്ഷെ നിങ്ങൾക്ക് അവിടെയാണ് എന്നെ അറിയാൻ കഴിയുന്ന ജ്ഞാനമുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയില്ല. നിങ്ങളൊരു ചടങ്ങിലൂടെ ഉപരിപ്ലവമായിട്ട് പുറത്തുകൂടെ പോവുകയാണ്. പൂർണ്ണമായിട്ടും ആഴമായിട്ടൊന്നും എന്നെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിന് നിങ്ങൾ മെനക്കെടുന്നില്ല. ആരോ ബോധിപ്പിക്കാൻ വന്ന് അവസാനം തീരാറാകുമ്പോൾ വന്നിട്ട് ഒരു ഓട്ടം അങ്ങ് ഓടുകയാണ്. എത്ര നാൾ ഓടും? ഈ വെള്ളരിത്തോട്ടത്തിലെ മാടത്തെ പോയി കാണണം, മുന്തിരിത്തോടെ കുടിൽ പോയി നോക്കണം. നിങ്ങളുടെ അവസ്ഥ, നമ്മുടെ അവസ്ഥ അതായി തീരില്ലേ? ഇതാണ് ദൈവത്തിന് പറയാനുള്ളത്. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ എന്ന വാക്ക് 60 തവണയുണ്ട് ഈ പുസ്തകത്തിൽ. അതെന്താ പറയുന്നത്? സൈന്യങ്ങളുടെ യഹോവ, യുദ്ധവീരനായ യഹോവ. ദൈവം തൻ്റെ ശത്രുക്കൾക്കെതിരെ ശക്തമായ ന്യായവിധി നടത്താൻ കഴിവുള്ളവനെന്ന് കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് മറ്റൊരാശയമുണ്ട്. തൻ്റെ മുമ്പിൽ വിശ്വസ്തരായവരെ വിടുവിക്കുവാനും കഴിയുന്ന ദൈവം. 2 വശത്തേക്ക് ഇത് പ്രവർത്തിക്കും. സൈന്യങ്ങളുടെ യഹോവ. കൂടാതെ 10 മുതൽ 15 വരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കേട്ടു നാം.
നിങ്ങളുടെ ആരാധന രോഗബാധിതമാണ്. നിങ്ങൾക്ക് തന്നെ സൗഖ്യമില്ല. നിങ്ങളുടെ ആരാധന രോഗബാധിതമാണ്. അടിതൊട്ട് മുടി വരെ നിങ്ങളുടെ സകല യാഗങ്ങളും. അത് വിശദമായി നമ്മൾ കേട്ടു, അതിലേക്ക് ഒന്നും തിരിച്ചു പോകുന്നില്ല. ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ നാം ഉപസംഹാരമായി ചിലതിലേക്ക് തിരിച്ചു വരും, ഓർമ്മപ്പെടുത്താൻ വിട്ടുപോയവർക്ക് വേണ്ടി. ഇപ്പൊ നിങ്ങളുടെ ആരാധന രോഗബാധിതമാണ്. ദൈവം ആരാധനയ്ക്ക് ലേവ്യ യാഗ വ്യവസ്ഥയ്ക്കും എതിരല്ല. ദൈവമാണത് നിയമിച്ചത്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ, അത് പങ്കെടുക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് അതിൻ്റെതായ യോഗ്യത ഉണ്ടായിരിക്കണം. എല്ലാവർക്കും പറ്റില്ല ദൈവത്തെ ആരാധിക്കാൻ, എല്ലാവർക്കും പറ്റില്ല. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. ദുരുപദേശം. ദൈവത്തെ എല്ലാവർക്കും ആരാധിക്കുമ്പോൾ അതിനൊരു ജീവിതം വേണം, ഒരു ക്രമം വേണം, സത്യസന്ധത വേണം. ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം, അവരുടെ സഭയോട് വിശ്വസ്തരായിരിക്കണം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ. കാരണം സഭയിലാണ് ദൈവം മഹത്വപ്പെടുന്നത്. എഫേസ്യർ 3:20-21. എന്തിനാണ് ദൈവം ഇത്രയും ശക്തമായ കുറ്റാരോപണം? ദൈവത്തിന് എന്തിനാ ഇത്രമാത്രം ശക്തമായി മനുഷ്യരോട് ഇങ്ങനെ പറയുന്നത്? എനിക്ക് വെറുപ്പാണ്, അസഹ്യമാണ്, ഞാൻ മുഷിഞ്ഞു, മടുത്തു, വേണ്ട, കൊണ്ടുവരണ്ട, എൻ്റെ മുമ്പിൽ വരണ്ട എന്നൊക്കെ ദൈവം പറയാൻ കാരണം എന്താണ്? നമ്മളോട് ദൈവം പറയുന്നത് എന്തിനാണ്? ദൈവം നിങ്ങൾ ഉള്ളിലേക്കൊന്ന് നോക്ക്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന യാഗവസ്തുക്കളെയും വഴിപാടുകളെക്കുറിച്ചല്ല, നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്ക്. നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? ഈ ഉള്ളിൽ ദുഷ്ടത വെച്ചുകൊണ്ട് എന്റെ വിശുദ്ധ സന്നിധിയിൽ ചവിട്ടാൻ നിങ്ങളോട് ആര് പറഞ്ഞു? രണ്ടും കൂടെ ചേർന്ന് പോകില്ല. ദുഷ്ടതയും ആരാധനയും ഒരുമിച്ച് പോകില്ല. നിരപ്പാകാനുള്ള നിരപ്പാകില്ല, തെറ്റ് ചെയ്തുകൊണ്ട് പോയി മാപ്പ് ചോദിക്കില്ല. വലിയ കണ്ണടച്ച് വലിയ പ്രാർത്ഥനയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോകില്ല. ഇത് ദുർഗന്ധമാണ്. എനിക്ക് മടുത്തു, മുഷിഞ്ഞു, അസഹ്യം, മതിയായി. ഏതൊക്കെ 10-12 വാക്കുകളാണ് ദൈവം ഉപയോഗിച്ചത്. എത്ര ശക്തമാണ് ദൈവം. നിങ്ങളുടെ ആരാധന ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് സ്വീകരിക്കേണ്ടത്. സുഗന്ധവർഗം മുകളിലേക്കാണ് പോകുന്നത്. എൻ്റെ പുക അത് ദൈവത്തിന് മണക്കാൻ പറ്റുന്നില്ല. 16-17 വാക്യങ്ങളിലേക്ക് വരാം. യെശയ്യാപ്രവചനന്റെ പുസ്തകം 1-ാം അധ്യായം. അതിൽ 9 കൽപ്പനകൾ നമ്മൾ കേട്ടു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുക, കഴുകുക, വെടിപ്പാക്കുക. നിങ്ങളുടെ പ്രവൃത്തിയുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നീക്കിക്കളയൂ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. 9 കൽപ്പനകൾ പറഞ്ഞു വ്യക്തമായിട്ട്. ജീവിതം ക്രമീകരിക്കാൻ ദൈവം ആഹ്വാനം ചെയ്യുക. ഇന്ന് നമ്മൾ 18-20 വാക്യങ്ങളിലാണ്. 18-20 നമുക്ക് നോക്കാം. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാടിനിരയായിത്തീരും. യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നു. എത്ര വ്യക്തമാണ് ദൈവം ആവശ്യപ്പെടുന്ന കാര്യം. ദൈവവചനം കേൾക്കുക, ദൈവം സംസാരിക്കുന്ന കേൾക്കുക. ഈ വേദഭാഗം വ്യക്തമായി ദൈവത്തിൻ്റെ ആഹ്വാനമാണ്. ദൈവം വിളിക്കുകയാണ് തൻ്റെ ജനത്തെ. എൻ്റെ അടുക്കിലേക്ക് മടങ്ങുക, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, ഞാൻ നിങ്ങളെ കഴുകി വെടിപ്പാക്കാം. നിബന്ധനാ വിധേയമായ 4 വാക്യങ്ങളാണ്, അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് ഈ 3 വാക്യത്തിൽ പറയുന്നത്. ഇവിടെ ദൈവം പറയുന്നു, അതിൻ്റെ 18-20 വരെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തമ്മിൽ വാദിക്കാമെന്നൊക്കെ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും, അത്രമാത്രം കഠിനമായ തിന്മയുടെ പാരമ്പര്യത്തിൽ കിടക്കുന്നവരാണെങ്കിലും, ആരും അറിയാത്ത ദുഷ്ടതയുടെ ജീവിതത്തിലാണ് ജീവിക്കുന്നതെങ്കിലും, ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ഞാൻ നിങ്ങളെ ക്ഷമിക്കാം, നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം. ആദ്യത്തെ 3 വാക്യങ്ങളിൽ അത് കാണാം, 3 കാര്യങ്ങളിൽ കാണാം. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ നന്മ. 3 അനുഗ്രഹങ്ങൾ. ചുമന്ന പാപങ്ങളെ, കടുംചുവപ്പായ പാപങ്ങളെ വെളുപ്പിക്കാം, നന്മ അനുഭവിക്കും. പഞ്ചുപോലെ ഞാൻ നിങ്ങളത് ആക്കി തീർക്കാം. 3 നന്മകളെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അവസാന വാക്യത്തിൽ പറഞ്ഞത്, എൻ്റെ കൃപ തള്ളിക്കളഞ്ഞാൽ, ഞാൻ നീട്ടുന്ന ഈ പാപക്ഷമ, എൻ്റെ ഈ സ്നേഹം തള്ളിക്കളഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അവസാന വാക്യത്തിൽ പറയും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയാണ്. ഇതിൻ്റെ 2 വശവും കാണണം. ദയാലുവാണ്, സ്നേഹവാനാണ്, കൃപാലുവാണ്, മത്സല്യമുള്ളവനാണ്, നന്മസ്വരൂപനാണ്. ശരി,
മറുവശത്ത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പത്രോസ് വ്യക്തമായിട്ട് തൻ്റെ 2-ാം ലേഖനം 3-9 വാക്യത്തിൽ പത്രോസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 2 പത്രോസ് 3:9 ചിലർ താമസമെന്ന് വിചാരിക്കുന്നവരെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുള്ള അനേകം ആൾക്കാർ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഈ പാപം ചെയ്തല്ലോ, കഴിഞ്ഞ മാസം ഈ കൊടും ക്രൂരത ചെയ്തു, ആരും കണ്ടില്ല. ദൈവം എന്നെ ഒന്നും ചെയ്തില്ല. ദൈവസഭയുടെ നടുവിൽ എന്നെ തള്ളിയിട്ട് കൊന്നുകളഞ്ഞില്ല. വലിയ തിന്മ ഞാൻ ചെയ്ത വ്യക്തിയാണ്. ദൈവം എന്താ ചെയ്യാത്തത്? നീട്ടിത്തരികയാണ്. സംഭവിച്ചു പോയ തെറ്റും തിന്മയും തിരിച്ചറിഞ്ഞ് മാപ്പപേക്ഷിച്ച് ദൈവത്തോടും അവൻ്റെ സഭയോടും പുനഃസ്ഥാപിക്കപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ച് ഉടൻ വാളോങ്ങി വെട്ടിക്കളയാതെ ദൈവം അവിടെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി. തിരിഞ്ഞു വരുന്നെങ്കിൽ വരട്ടെ. 1 വർഷം കൂടെ നീട്ടിക്കൊടുക്കാം, ഒരവസരം കൂടെ കൊടുക്കാം. ഏതെങ്കിലും വഴിയിലൂടെ ദൈവം കേൾക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ, ഇവിടെ ഹൃദയത്തിന് മാറ്റം വരുന്നുണ്ടെങ്കിൽ വരട്ടെ. എത്ര വലിയത്! ഇതുപോലെ ആര് ചെയ്യും? വീട്ടിൽ അപ്പനും അമ്മയും പോലും മക്കളോട് ചെയ്യില്ല. ദൈവം, ക്ഷമിക്കുന്ന ദൈവം, അതാണ് ദൈവം. ഇവിടെ ദൈവം പറയുന്നത്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ദൈവം വിളിക്കുകയാണ്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമ്മുടെ സ്വന്തം നിലപാടുകൾക്കനുസരിച്ച് ദൈവത്തോട് ഒത്തുതീർപ്പ് ചെയ്യാനല്ല വിളിക്കുന്നത്. ദൈവമേ, നിന്റെ ഭാഗത്ത് ശരി, എൻ്റെ ഭാഗത്ത് ഇത്രയും ശരി. ഒത്തുതീർപ്പിനല്ല വിളിക്കുന്ന ദൈവം. ദൈവത്തിന് എൻ്റെ ആവശ്യമില്ല. കാരണം തെറ്റിയത് മുഴുവൻ ദൈവത്തിനെതിരാണ്. വേദനിപ്പിച്ച ദൈവത്തെയാണ്, അപമാനിച്ച ദൈവത്തെയാണ്, അവൻ്റെ ശരീരമായ സഭയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ വേദനിപ്പിച്ചത് കർത്താവിനെയാണ്, അവൻ്റെ ശരീരത്തെയാണ് കുത്തി മുറിവേൽപ്പിച്ച് അപമാനിച്ചത്. അത് പൂർണ്ണമായി സമ്മതിക്കണം. നമ്മുടെ സ്വന്തം ഒത്തുതീർപ്പ് ഫോർമുലയുമായിട്ട് വരരുത്. ദൈവം തൻ്റെ ജനത്തെ വിളിക്കുന്ന ഒരു തീരുമാനമെടുക്കുക. നിന്റെ ജീവിതം കൊണ്ട് നീ ദൈവത്തെ സേവിക്കുമോ അതോ നിന്റെ അവിശ്വസ്തതയിൽ തുടർന്നു പോകുമോ? തീരുമാനമെടുക്കുക. നമുക്ക് നമുക്ക് വാദിക്കാം. നീ നിന്റെ തീരുമാനം പറ. ദൈവം, ഞാൻ പൂർണ്ണമായി അടിയറവ് പറയുകയാണ്. ഞാൻ നിന്നെ വേദനിപ്പിച്ചു, നിന്റെ സഭയെ ഉപദ്രവിച്ചു, സഭയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഇടവരുത്തി, സഭയിൽ ദുരുപദേശം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ അറിവില്ലായ്മയുടെ തിന്മ ചെയ്തു, നിന്നെ വേദനിപ്പിച്ചു, നിന്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചു. ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മുഴുവൻ പറയാൻ തുടങ്ങുമ്പോഴേ ദൈവത്തിന് അറിയാം ഉള്ളിൽ വേദനയുണ്ടെന്ന്. മുടിയരാപുത്രൻ്റെ വായിൽ നിന്ന് മുഴുവൻ പറയിപ്പിച്ചില്ല അപ്പൻ. പറയാൻ തുടങ്ങി. അപ്പാ, നിന്നോട് സ്വർഗത്തോട് ഞാൻ തെറ്റിയെന്ന് പറഞ്ഞപ്പോഴേ അവനെ ചേർത്ത് പിടിച്ചു. അതാണ് ദൈവം, അതാണ് അപ്പൻ. ഇവിടെ ദൈവം പറയുന്നു, നീ തീരുമാനമെടുക്കുക. 2-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും പറഞ്ഞതിൻ്റെ സമാനമാണിത്. 2-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി പുലർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. 10-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞു, സ്വദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ, ഗൊമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുകയും. അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞ അത് തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ കടുച്ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ആയിരുന്നാലും ഞാൻ അത് ഹിമം പോലെ വിളിക്കും. ശുദ്ധീകരണത്തിൻ്റെ അനുഗ്രഹീതമായ സമ്മാനം. ദൈവം, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കാം. നമ്മുടെ ദൈവത്തിനല്ലാതെ നമ്മുടെ പാപത്തെ കഴുകിക്കളയാൻ പറ്റില്ല. ലോകയിട്ട ഒരു മനുഷ്യനും അത് സാധിക്കില്ല. ഒരു സ്ഥലത്ത് പുണ്യാത്ര ചെയ്യുന്നത് സാധിക്കില്ല, മല കയറി സാധിക്കില്ല, മുട്ടിലഴഞ്ഞാൽ സാധിക്കില്ല. നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടണമെങ്കിൽ ദൈവം ക്ഷമിച്ചു തരണം. അതിന് ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ വരണം. ദൈവം പറഞ്ഞ വഴിയിലൂടെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. പാപത്തെ നാം എങ്ങനെ വെറുക്കണമോ അതേ വെറുപ്പോടുകൂടി വേണം പാപത്തെ കാണാൻ. ന്യായീകരിച്ചുകൊണ്ട് വരരുത് പാപത്തെ. അത് എൻ്റെ കുഴപ്പമല്ല, സാഹചര്യത്തിൻ്റെ കുഴപ്പമാണ്, അവർ പറഞ്ഞിട്ടാണ്, ഇവർ പറഞ്ഞിട്ടാണ്, അവരെന്നെ വഴിതെറ്റിച്ചതാണ് എന്ന് പറഞ്ഞു വരരുത്. അവയെ പോലെ സമ്മതിക്കണം, പൂർണ്ണമായി സമ്മതിക്കണം. ദൈവം അതാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ പാപം കടുച്ചൊപ്പായിരുന്നുള്ളട്ടെ, അതിൻ്റെ വലിപ്പവും ആഴവും വൃത്തികേടും മലിനത എത്ര ആയിക്കൊള്ളട്ടെ, ഞാൻ ഹിമം പോലെ വിളിപ്പിച്ചത്. പക്ഷെ നമ്മൾ ദൈവത്തിനടുക്കൽ വരുന്നത് ദൈവം പറഞ്ഞ വഴിയിലൂടെ വരുന്നു, പാപത്തെ തിരിച്ചറിയുന്നു. അങ്ങനെ അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പം മനസാക്ഷി മനസാക്ഷിയെ ചൂട് പിടിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ഇത് ബോധ്യമുണ്ടാകും. നേരെ വെച്ച് പാപം ചെയ്ത് മനസാക്ഷി ചൂട് പിടിച്ച് ഒരു പാപത്തെ സമ്മതിക്കില്ല, ഒരു ന്യായീകരിക്കും. അത് അവിടെ ആരും ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ ആരും ശരിയില്ലാത്തുള്ള അങ്ങോട്ട് പോകാൻ നിന്നോട് ആരാ പറഞ്ഞു?
നീ നിൽക്കുന്നിടത്ത് നീ ശരിയായിട്ട് ജീവിച്ചു കാണിക്കാൻ പാടില്ലായിരുന്നു. അതെന്താ ചെയ്യാത്ത? 1 തിമോത്തിയോസ് 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചത്, അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വരും. സ്വന്തം മനസ്സാക്ഷി ചൂടുവെച്ച് പിന്നെ പ്രതികരിക്കാൻ പറ്റില്ല. മനസ്സാക്ഷി ഇപ്പം എൻ്റെ കയ്യിലോ നിങ്ങളുടെ കാലിലോ മറ്റോ ഒരു തിളച്ച അല്ലെങ്കിൽ ഒരു എണ്ണയോ ഒരു ഇരുമ്പ് തിളച്ച ഇല്ലെങ്കിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണമോ വന്ന് കൊണ്ടാ അവിടെ തൊലി അങ്ങ് കറുത്ത് സെൻസിറ്റിവിറ്റി സ്പർശനാവസ്ഥ നഷ്ടപ്പെടും. അവിടെ തൊട്ടാലോ ഒന്നും നുള്ളിയാലോ അറിയില്ല. ചില മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്. മനസ്സാക്ഷി ചൂടുവെച്ച്, മനസ്സാക്ഷി പൊള്ളലേറ്റു, പാപം ചെയ്ത് മനസ്സാക്ഷി അങ്ങ് കട്ടിയായി. അവിടെ ആരെന്ത് പറഞ്ഞാലും എത്ര പ്രസംഗം കേട്ടാൽ ഒരു മാറ്റവുമില്ല. അങ്ങനെ അല്ലാത്തവർക്ക് ഈ ദൈവം പറയുന്നത്, വരുവീൻ, എൻ്റെ അടുക്കൽ വരുവീൻ, നമുക്ക് വാദിക്കാം, നീ സമ്മതിക്കേ എന്നാണ് ദൈവം പറയുന്നത്. അവർക്കത് മനസ്സിലാകും. ഇപ്പൊ ദൈവം രക്ഷ, പാപക്ഷമ എല്ലാവർക്കും നീട്ടിത്തരികയാണ്. വീണ്ടും ആവർത്തിക്കട്ടെ, അത് ദൈവം പറഞ്ഞ വഴിയിലൂടെ വേണം സ്വീകരിക്കാൻ. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലൂടെ വേണം സ്വീകരിക്കാൻ. നമ്മുടെ വ്യവസ്ഥകളൊക്കെ കാറ്റിപ്പറത്തി കളയണം, വലിച്ചേറി കളയണം. നമ്മൾ കണ്ടീഷൻ വെച്ചുകൊണ്ട് വരും, ദൈവമേ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, നീ ഇങ്ങനെയൊക്കെ ചെയ്തു തരാമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തരാം. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തു തരില്ല, നീ ആദ്യം ആ പേപ്പർ വലിച്ചേറി കള, നിന്റെ വ്യവസ്ഥകളൊക്കെ കള. ഞാനൊരു വ്യവസ്ഥ പറയാം, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നീ സുവിശേഷം കേൾക്കണം. കർത്താവ് യേശുവിനെ ദൈവപുത്രനായിട്ട് നീ അംഗീകരിക്കണം. നിന്റെ ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് നീ മാനസാന്തരപ്പെടണം. കർത്താവ് യേശുവിലുള്ള വിശ്വാസം നീ അത്തരം കൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയണം. എന്നിട്ട് നീ വീണ്ടും ജനിക്കുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പിനോട്, അത് ക്രിസ്തുവിൻ്റെ രക്തത്തോട് ബന്ധപ്പെടുവാൻ നീ സ്നാനം സ്വീകരിക്കണം. ഇത് നീ ചെയ്യണം. എങ്കിൽ ഞാൻ നിന്റെ പാപം ക്ഷമിക്കാം. ഒരു രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ്. നേരെ മറിച്ച് രക്ഷയിലേക്ക് വന്നു, കുറച്ച് വർഷം ജീവിച്ചു, വിട്ടുപോയി, സത്യം വിട്ടുപോയി, ദുരുപദേശത്തിൽ പോയി, തിരിച്ചു വരുമ്പോൾ ദൈവം പറഞ്ഞു, നീ സമ്മതിക്കണം, നിനക്ക് തെറ്റ് പറ്റി. നീ സത്യം വിട്ട് മറ്റു പല മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വഴിവിട്ടു പോയി. ഞാൻ ദൈവത്തോടും കർത്താവിൻ്റെ സഭയോടും ചെയ്തത് തെറ്റാണ്. അത് ദൈവത്തോട് സമ്മതിക്കണം. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് പോയി ചെന്ന് മാപ്പ് ചോദിക്കണം. അത് ആവശ്യമാണ്. അല്ലാതെ പുറകത്തെ ഡോറിൽ കൂടെ കയറി വന്നിരുന്നിട്ട് പോകാൻ പറ്റില്ല. ഒരു ബന്ധവും ദൈവത്തോട് കിട്ടില്ല. നമ്മൾ വേദനിപ്പിച്ചവരോട് മാപ്പ് ചോദിക്കണം. പരസ്യമായിട്ടാകണമെന്നില്ല, വ്യക്തിപരമായി. സഭയാണെങ്കിൽ പരസ്യമായിട്ട് സഭയോട് പറയണം, എൻ്റെ ഭാഗത്ത് പിഴവുണ്ട്. ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന പുനഃസ്ഥാപന രീതി. ഇപ്പോൾ റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-17 വരെ അവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു എങ്ങനെയാണ് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ടത്. റോമർ 10:13-17 വരെ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഇപ്രകാരമാണ്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. എല്ലാവരും രക്ഷിക്കപ്പെടില്ല. കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞ് ആ നാമത്തിൽ ആശ്രയിക്കുന്ന, വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ അവർ വിശ്വസിക്കാത്തവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കുക? അവന് വിശ്വസിക്കണമെങ്കിൽ ആദ്യം കേൾക്കണം. ഇപ്പൊ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ് രക്ഷകനാണെന്നും അതിന് കഴിവുള്ളവനാണെന്നും എനിക്ക് ബോധ്യപ്പെടണം. അവർ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവർ എങ്ങനെ വിശ്വസിക്കും? കർത്താവ് യേശുക്രിസ്തു എന്നെ രക്ഷിക്കാൻ മതിയായവനാണ്, പര്യാപ്തനാണെന്ന് ഞാൻ കേൾക്കണം. പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും? ഇത് ആരെങ്കിലും പ്രസംഗിക്കണം, പറഞ്ഞു തരണം, പഠിപ്പിക്കണം. ആരെയും അയക്കാതെ എങ്ങനെ ദൈവം അയക്കാതെ പ്രസംഗിക്കാൻ പറ്റില്ല. നന്മ സുവിശേഷിക്കുന്ന കാലം എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചു. പ്രസംഗം എല്ലാവരിടത്തും പരന്നു, പക്ഷെ എല്ലാവരും വിശ്വസിച്ചില്ല, എല്ലാവരും അനുസരിച്ചില്ല എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. ദൈവം പ്രസംഗിക്കുമ്പോൾ അത് വിശ്വാസം ഉത്ഭവിപ്പിക്കുന്നു. പ്രവൃത്തികൾ 2:38 പെന്തക്കോസ്ത് നാളിൽ പത്രോസും മറ്റുള്ളവരും പ്രസംഗിച്ചു. ശിഷ്യന്മാർക്ക് അത് കേട്ട് കുറ്റബോധമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം? തെറ്റ് തിരുത്തി. അല്ല, ഞങ്ങൾ ചെയ്തത് ശരിയാണ്, ക്രിസ്തുവിനെ കൊല്ലാൻ ഞങ്ങൾ കൂട്ടുനിന്നുകൊണ്ടല്ലേ ലോകത്തിന് രക്ഷ കിട്ടിയത്. അപ്പം ഞങ്ങൾ ചെയ്തത് ദൈവത്തെ സഹായിക്കുകയല്ലേ? യൂദയെപ്പോലെ ഞങ്ങൾ ദൈവത്തെ സഹായിക്കുകയല്ലേ? ഞങ്ങൾ ക്രൂശിക്കെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? അതുകൊണ്ടല്ലേ കർത്താവിന് തൻ്റെ രക്ഷാപദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചത്? അസംബന്ധം പറയുന്ന മനുഷ്യരുണ്ട് ലോകത്ത്. ദൈവത്തിന് അറിയാം, മുൻകൂട്ടി അറിയാം. പക്ഷേ ഞാൻ ചെയ്യുന്ന തിന്മയ്ക്ക് ഞാൻ കാരണക്കാരനാണ്. കർത്താവ് യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്നവർ അതിന് കാരണക്കാരാണ്. അതിന് കണക്ക് പറയണവർ. അത് ബോധ്യപ്പെട്ട ചിലരാണ്, 3000-ഓളം പേരാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? കുറ്റബോധം കൊണ്ട് വേദനിക്കുന്ന, പുളയുന്ന അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വലിയ പാതകം, വലിയ മാരകമായ പാതകമാണ് ചെയ്തത്. ഞങ്ങളുടെ മശികയെ കൊല്ലാൻ കൂട്ടുനിന്നു.
ഞങ്ങൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ? നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. കുടുംബമായിട്ടല്ല, ഓരോരുത്തൻ. എന്നിട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവ് യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടും. നിങ്ങൾ സ്നാനം സ്വീകരിക്കും. അപ്പോൾ പരിശുദ്ധ നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളുടെ മാനസാന്തരം അംഗീകരിക്കും, ക്രിസ്തുവിൻ്റെ വിശ്വാസം അംഗീകരിക്കും, നിങ്ങളുടെ എല്ലാവിധമായ പരിവർത്തനവും അംഗീകരിക്കും ആത്മാവ് ഉള്ളിൽ വരുന്നതോടുകൂടി. അപ്പോൾ ഇവിടെ മനസ്സ് വെച്ചാൽ, യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 19-ാം വാക്യത്തിൽ നിങ്ങൾ മനസ്സ് വെച്ച്, എത്ര ശക്തമാണ്, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ. ഇപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ധാർമ്മിക അവകാശത്തോടുകൂടിയാണ്. എനിക്ക് ദൈവനെ കേൾക്കണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾ മനസ്സ് വെച്ച് തിരഞ്ഞെടുക്കാൻ കഴിവുള്ള മനുഷ്യരോട് ദൈവം പറയുകയാണ്, നീ മനസ്സ് വെച്ച് നിനക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ സമ്പന്നതയിൽ നിന്നാണ് നീ ഇറങ്ങിപ്പോയത്, മുടിയരാപുത്രനെ പ്രതി നീ ഇറങ്ങിപ്പോയത് എവിടെ നിന്നാണെന്ന് നിനക്കറിയില്ല. അത് നിനക്ക് എന്തെങ്കിലും ബോധ്യം വരുമ്പോൾ നിനക്ക് തിരിച്ചു വരണമെന്ന് മനസ്സ് ഉണ്ടെങ്കിൽ നീ തിരിച്ചു വാതിൽ തുറന്നു തന്നെ കിടക്കുക. നീ മനസ്സ് വെച്ചാൽ, ദൈവം പറയുന്നത് വ്യക്തമായി, ആ ശക്തമാണ് ആ വാക്ക്, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ. അപ്പോൾ സംഗീതക്കാരനായ ദാവീദ് 51-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. 51-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം. ദാവീദ് തൻ്റെ ജീവിതത്തിൽ അത് വ്യക്തമായി തിരിച്ചറിഞ്ഞു. നമ്മൾ കിടക്കുന്ന അടുക്കിലേക്ക് ദൈവം ഇങ്ങനെ നേട്ടത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ദൈവം രക്ഷിച്ചിട്ട് ദൈവത്തിന് എന്തോ നേട്ടം കിട്ടാൻ വേണ്ടി, ദൈവത്തിന് എന്തോ സഹായം കിട്ടാൻ വേണ്ടി നമ്മളെ രക്ഷിക്കാൻ ദൈവം ഓടി വരുന്നില്ല. നമ്മൾ വരണം, നമ്മൾ ചെല്ലണം. 51-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണം. എൻ്റെ മനസ്സെന്നും ഒരുക്കമുള്ളതാണ്. ദൈവനെ കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, എല്ലാം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സൊരുക്കമുള്ളത്. അങ്ങനെ ആത്മാവിനെ താങ്കൾ കർത്താവ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ക്രിസ്തു പറഞ്ഞത്, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, അതാണ് മനസ്സ്. എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. ഇന്ന് വചനം കേൾക്കുമ്പോൾ, ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് എന്നോട് ദൈവം എന്താ പറയാനുള്ളത് എനിക്ക് കേൾക്കണം. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നില്ല. വെറുതെ വന്നിരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് പോകാനല്ല ഞാൻ സഭയിലേക്ക് പോയത്. അപ്പുറത്തിപ്പുറത്തിരിക്കുന്ന ആളുടെ വസ്ത്രം നോക്കാനോ കുറ്റം കണ്ടുപിടിക്കാനല്ല ഞാൻ പോയത്. ശിക്ഷ കിട്ടും അങ്ങനെ ചെയ്താൽ. എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ദൈവത്തെ ആരാധിക്കൽ, സഭയായി ആരാധിക്കാനുള്ള ദൈവകൽപ്പന പ്രകാരം സത്യത്തിലും ആത്മാവിലെ ദൈവത്തെ ആരാധിക്കാൻ ദൈവമക്കളോടൊപ്പം ഞാൻ കൂടി ചേർന്നത് എൻ്റെ ആത്മാവിന് വേണ്ടിയാണ്, എൻ്റെ ആത്മീക വർദ്ധനവിന് വേണ്ടിയാണ്. ഇപ്പോൾ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. ഇച്ഛ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. ദൈവം നമ്മൾ ഇൻജക്ട് ചെയ്ത് തരില്ല ഇച്ഛ. അവൻ്റെ ഇഷ്ടം ചെയ്യാൻ, വേറൊന്നുമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ. യേശു പറഞ്ഞ എന്താണ് ഈ ഉപദേശം? കർത്താവ് പറഞ്ഞു, എൻ്റെ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമേ പ്രസ്താവിക്കുന്നത്. എൻ്റെ വചനത്തിൻ്റെ ഉറവിടം നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ മനസ്സ് നേരെയാണെങ്കിൽ. ആ വ്യക്തി ദൈവത്തിൻ്റെ വചനമാണ് സംസാരിച്ചത് എന്ന് പറയും. കാരണം നമ്മൾ ആത്മീയനാണെങ്കിൽ. വേറെ ക്രിസ്തു പറഞ്ഞു, രക്ഷ സൗജന്യമായി നൽകപ്പെടുകയാണ്, പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ മനസ്സൊരുക്കമുള്ള ഹൃദയം വേണം. പ്രസംഗം ദൈവവചനത്തിൻ്റെ പ്രസംഗമാണ്, പക്ഷെ അത് എല്ലാവർക്കും പ്രയോജനപ്പെടില്ല. കാരണം എല്ലാവരുടെയും മനസ്സൊരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് പലർക്കും പ്രയോജനപ്പെടുന്നില്ല. 20-ാമത്തെ വാക്യം യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകത്തിൽ. അപ്പോൾ ഇത് വളരെ ശക്തമായൊരു ആഹ്വാനമാണ്. ദൈവം ആവശ്യപ്പെടുന്ന 20-ാം വാക്യം പറയുന്നത്, മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ ഇതിൻ്റെ മറുവശം, നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ എന്നെ ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മറുവശം കാണണം. ദൈവത്തോട് മറക്കുക, മത്സരിക്കുക. ദൈവത്തിൻ്റെ സ്നേഹസമ്മിശ്രമായ സ്നേഹം നിറഞ്ഞ ആ സമ്മാനം, ദാനത്തെ, രക്ഷയുടെ ദാനത്തെ, പാപക്ഷമയുടെ ദാനത്തെ തട്ടിക്കളയില്ല. ദൈവം പറഞ്ഞു, നീ അത് അനുഭവിക്കും, നീ അനുഭവിക്കും. ദൈവത്തിൻ്റെ വാക്കാണത്. അതാണ് അർത്ഥം. മറുത്ത് മത്സരിക്കുന്നെങ്കിലോ നിങ്ങൾ വാളിനിരയാണ്. നാശത്തിന്, ദൈവക്രോധത്തിന് നിങ്ങൾ ഇരയണം. ഒരിക്കലും ദൈവം സാരമില്ല പോട്ടെ എന്ന് ദൈവം പറയില്ല. കാരണം തിന്മയെ അങ്ങനെ കൈവിടില്ല ദൈവം. ദൈവം നീതിമാനാണ്, പരിശുദ്ധനാണ്. തിന്മ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും പറയില്ല. കറുപ്പിനെ വെളുപ്പെന്നോ വെളുപ്പിനെ കറുപ്പെന്നോ ദൈവം പറയില്ല. ദൈവം ശിക്ഷിക്കും അതിന്. എന്നാൽ വലിയൊരു സമൂഹത്തിന് നടുവിൽ ദൈവം നീതിമാനായി നിൽക്കുകയാണ്.
അന്ധകാര ശക്തികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മറക്കുക, മത്സരിക്കുക, ദൈവത്തിൻ്റെ സമ്മാനം ദാനത്തെ തള്ളിക്കളയുക, സാമാന്യ ബോധമുള്ളവർ ചെയ്യില്ല. ഇന്നലെ ഇസ്രായേൽ ജനത ചെയ്തു, ഇന്നും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. 21 മുതൽ 23 നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നിരിക്കുന്ന എങ്ങനെ? അതിൽ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴോ കൊലപാതകന്മാർ. നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നും ഇരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ, കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ. അവർക്കൊക്കെയും സമ്മാനപ്രിയരും പ്രതിഫലം കാക്ഷിക്കുന്നവരുമാകുന്നു. അവരൊക്കെയും സമ്മാനപ്രിയരും പ്രതിഫലം കാക്ഷിക്കുന്നവരുമാകുന്നു. അവർ അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നില്ല, വിധവയുടെ വ്യവഹാരം അവിടെ അടുക്കൽ വരുന്നതുമില്ല. ഇപ്പോൾ ദൈവം വ്യക്തമായി പ്രത്യേകമായി യെരുശലേമിൻ്റെ ചില കുറ്റങ്ങളെ പ്രത്യേകമായി അടയാളപ്പെടുത്തുകയാണ്. ഈ വാക്യങ്ങൾ വ്യക്തമായി പറയുന്നത് എന്താണ് ദൈവത്തിനോട് പറയാനുള്ളത്, എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ചില വിഷയങ്ങൾ എടുത്തു കാണിക്കുകയാണ്. ഇവിടെ മത്സരത്തിൻ്റെ പ്രതിഫലനങ്ങൾ അതൊരു വൈരുദ്ധ്യമായിട്ടാണ് പറഞ്ഞത്. കാരണം ഒരിക്കൽ നിങ്ങൾ വിശ്വസ്ത നഗരമായിരുന്നു, ദൈവത്തോട് വിശ്വസ്തരായിരുന്നു, നിങ്ങൾ ദൈവമക്കളായിരുന്നു. പക്ഷെ ഇന്ന് വേശ്യയായി മാറി. അതായത് നിങ്ങൾ വിഗ്രഹാരാധനയിൽ, ബിംബാരാധനയിൽ, മൂർത്തികളുടെയും ബിംബങ്ങളുടെയും പടങ്ങളുടെയും ഒക്കെ രൂപങ്ങൾ ആരാധിക്കുന്നു. ഓരോ മരത്തിൻ്റെ കീഴിലും കവിണുകൾ കിടക്കുന്നു. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് ആരാധിക്കുന്ന പകരം പോകുന്ന വഴിക്ക് എല്ലായിടത്തും പോയി ആരാധിക്കും. സത്യവചന പ്രകാരമല്ല എല്ലാ സ്ഥലത്തും പോകും. അതിനെക്കുറിച്ച് ദൈവം വേശ്യ എന്നാണ് വിളിച്ചത്, ആത്മീക വ്യഭിചാരമെന്നാണ് വിളിച്ചത്. ഒരിക്കൽ നിങ്ങൾ വിശ്വസ്ത നഗരമായിരുന്നു, പക്ഷെ നിങ്ങളിപ്പോൾ എന്തായി തീർന്നു? നിങ്ങൾ എന്തായിരുന്നു, ഇപ്പോൾ എന്തായി? അതാണ് ഇവിടുത്തെ വിഷയം. നേരത്തെ നിങ്ങൾ ആരായിരുന്നു, ഇപ്പോൾ എന്തായി മാറി? ഇസ്രായേൽ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു, ഇസ്രായേൽ തൻ്റെ മണവാളനെ ഉപേക്ഷിച്ചു, ദൈവത്തെ ഉപേക്ഷിച്ച് രഹസ്യ കാമുകന്മാരെ പിൻപറ്റുന്നു. അതാണ് ഇവിടുത്തെ പറയുന്നത്. ഇതും സാധാരണ പ്രവാചകന്മാർ ആവർത്തിച്ച് ഉയർത്തുന്ന കുറ്റാരോപണമാണ്. യെശയ്യാവിൻ്റെ 23:15-17 വരെ, യെരമ്യാവ് 2:20, യെരമ്യാവ് 3:1, എസെക്കിയേൽ 6:9, ഹോസിയ 4:12, മീഖ 1:5 ഇത് കാണിച്ചു തരും. ദൈവമക്കൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ, യഹോവയായ ദൈവത്തെ മാത്രം ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവ ഏകനാണ്, മറ്റൊരു ദൈവമുണ്ടാകരുത്. ലോകത്തിൽ അനേക അന്യദേവന്മാരും ദേവതകളുമുള്ള ഈ ലോകത്തിൽ മനുഷ്യ നിർമ്മിതങ്ങളായ അവയുടെ മുമ്പിൽ പോകരുത്. നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവയൊന്ന് രഹസ്യമായി പിൻപറ്റരുത്. നിങ്ങൾ ചെയ്യുന്നത് വ്യഭിചാരമാണ്. നിങ്ങൾക്കുള്ള കഴിവുകളും അനുഗ്രഹങ്ങളും അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കളയരുത്. കർത്താവിൻ്റെ സഭയിലല്ലാതെ നിങ്ങളുടെ ധർമ്മശേഖരം മറ്റൊരിടത്തും കൊടുക്കരുത്. ദുരുപദേശം പ്രസംഗിക്കുന്നവരെ സാമ്പത്തികമായി സഹായിക്കരുത്. അവരുടെ ദുഷ്പ്രവർത്തികൾ കൂട്ടാളികളാകും. ദൈവം ശക്തമായി പറഞ്ഞു. ഇത് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളും കഴിവുകളും മലിനമാകുന്ന തരം താഴ്ന്ന കാര്യങ്ങളുടെ പറ്റി. രണ്ടാമത് ദൈവരോട് പറഞ്ഞത്, നിങ്ങളുടെ നഗരത്തിൽ പണ്ട് എന്തുണ്ടായിരുന്നു? ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴാരാണ് കൊലപാതകന്മാർ? പണ്ട് ന്യായവും നീതി നിങ്ങൾ നടുവിൽ നിറഞ്ഞിരുന്നു, വസിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ കൊലപാതകന്മാർ. ഇപ്പോൾ നീതി ന്യായവും ദൈവത്തിൻ്റെ പ്രകൃതിയാണ്, ദൈവ സ്വഭാവമാണ്, ദൈവ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ് നീതി ന്യായവും. വെറും സദാചാരമായ കാര്യങ്ങളെന്നല്ല അവിടെ പറയുന്നത്. ഇപ്പോൾ ഒന്നാമത് ദൈവത്തെ അറിയണം, രണ്ട് ദൈവത്തിൻ്റെ നീതിക്കൊത്തവണ്ണം ജീവിക്കണം. അത് വളരെ പ്രധാനമാണ്. നീതി ന്യായം പലപ്പോഴും യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ ആവർത്തിച്ച് ഒരുമിച്ച് പറയുന്ന കാര്യങ്ങളാണ്. നീതി ന്യായം 5:7, 9:7, 16:5, 28:17, 32:16, 33:5, 56:1, 59:9, 14 വാക്യങ്ങളിൽ നീതി ന്യായം ചേർത്ത് പറയും. 22-ാം വാക്യം യെശയ്യാവ് 1. നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്ന് വിരിക്കും. അതും വൈരുദ്ധ്യം. നിന്റെ വെള്ളി എന്തായി? കറ പിടിച്ചു. വെള്ളി കീടമായി, കറ പിടിച്ചു, അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു. നിന്റെ വീഞ്ഞ് എന്ത് ചെയ്തു? വെള്ളം ചേർത്ത് കൊള്ളാത്തതായി. എല്ലാ നന്മകളും നഷ്ടപ്പെടുന്നു. കാരണം ദൈവത്തെ അറിയുന്നില്ല. ദൈവം വിളിച്ചിട്ടും കൈനീട്ടി വിളിച്ചിട്ടും തിരിച്ചു വരാൻ തയ്യാറാണ്. ഇപ്പോൾ എന്തൊക്കെ നേടിയെന്ന് തോന്നും. കുറച്ചാണ് കൂടെ വെയിറ്റ് ചെയ്ത് കാണാം എന്താ സംഭവിക്കാൻ പോകും. 23-ാം വാക്യം, കള്ളന്മാരുടെ നിന്റെ പ്രഭുക്കന്മാർ, അവിടെ അധികാരികളെ കുറിച്ചാണ്, നായകന്മാരെ, നേതാക്കന്മാരെ കുറിച്ച്. നിന്റെ പ്രഭുക്കന്മാർ എന്തായി മാറി? മത്സരികളായി, കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ. അവരൊക്കെ സമ്മാനപ്രിയരും പ്രതിഫലം കാക്ഷിക്കുന്നവരുമാകുന്നു. അവരെന്ത് ചെയ്യുന്നില്ല? അവർ അനാഥനും ന്യായം നടത്തി കൊടുക്കുന്നില്ല. വിധയുടെ വ്യവഹാരം അവിടെ അടുക്കൽ വരുന്നതുമില്ല. അവരുടെ അധികാരവർഗത്തോട് പറയുക, നിങ്ങൾ ചെയ്യുന്ന എന്താണ്? നിങ്ങൾ മാരകമായ കുറ്റങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ മത്സരികളാണ്, കള്ളന്മാരുടെ കൂട്ടാളികൾ.
തിന്മ ചെയ്യുന്ന കള്ളന്മാരായ ദുഷ്പ്രവർത്തിക്കാരുടെ കൂട്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവരെ ന്യായീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആരോപണം ശക്തമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവം വ്യക്തമായിട്ടൊരു ഇടപെടുകയാണ്. മാത്രമല്ല, നിങ്ങൾ അനാഥന് ന്യായം കൊടുത്ത് നടത്തുന്നില്ല, വിധവയുടെ വ്യവഹാരം എടുക്കുന്നു. ദൈവം 17-ാം വാക്യത്തിൽ ഇതിനകം പറഞ്ഞതാണ്. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അനാഥന് ന്യായം നടത്തി കൊടുക്കണം, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കണം. നീ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നിന്റെ നടുവിൽ പ്രായമുള്ള വാർദ്ധക്യത്തിലെത്തിയ ഒരു അനാഥനും വിധവയുമായൊരു വ്യക്തിയുണ്ടെങ്കിൽ നീ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അല്ലാതെ ഓടി വന്ന് വലിയ പാട്ടും പ്രാർത്ഥന നടത്തിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ജീവിതം, യഥാർത്ഥ ഭക്തി, ഇതിനുമ്പോൾ നിർമ്മലമായ ഭക്തി, യാക്കോബ് 1:27, അനാഥരും വിധവമാർക്ക് സങ്കടത്തിൽ നിന്ന് കാണുക. അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ ബാക്കി 24-31 അടുത്ത പദം. വീണ്ടും വീണ്ടും കേൾക്കുക. എത്ര കേട്ടാലും നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നില്ല എങ്കിൽ കേട്ടത് നമുക്ക് ശിക്ഷയാണ്. ഈ പുസ്തകത്തിൻ്റെ സ്വഭാവം ഇതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ ദൈവം പ്രേരിപ്പിക്കും. ഞാൻ പറയുന്നതല്ല, നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ് ദൈവവചനത്തിലൂടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനം. താങ്ക് യു.